നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറങ്ങിക്കോണം ഇപ്പൊ തന്നെ. എവിടെയാണെന്ന് വെച്ച പൊക്കോ. ഇനി ഈ വീട്ടില് നിന്നെ കണ്ടുപോരുത്. ദേവികേ, ഒച്ച വെക്കണ്ടമ്മേ. എല്ലാ വശവും ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ പറയുന്നത്. ഇനി ഇവനെ ഈ വീട്ടിൽ സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നു മുതലാടി ഇത് നിന്റെ വീടായത്? ഇതെന്റെ ഭർത്താവിന്റെ വീടായിരുന്നു, എന്റെ വീടായിരുന്നു. അത് പണ്ട്, ഇപ്പൊ അല്ല. കണ്ടോടി, ഇവള് പറയുന്നത് കേട്ടോ? ഇവളെയാണല്ലോ ഏട്ടത്തിന്ന് നീ വിളിക്കുന്നത്. അമ്മേ, ഞാൻ സംസാരിക്കും. ഇതിന്റെ ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കുമെന്ന് നിനക്കറിയാവും. എല്ലാം നീ ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും. ഒന്ന് പോടാ. നീ മീശ പിടിക്കുമ്പോ പേടിക്കാനേ വേറെ ആളെ നോക്കണം. കല്യാണം കഴിയുന്നത് വരെ ഇവനിവിടെ നിക്കട്ടെ ദേവികെ. കല്യാണോ? ഏത് കല്യാണം? അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? അമ്മയാണോ തീരുമാനിക്കുന്നേ? അല്ല, അത് അമ്മ തീരുമാനിച്ചാ മതിയോ? വേഗം ബാഗ് എടുത്ത് പോവാൻ നോക്കും. ഞങ്ങക്ക് വേറെ പണിയുണ്ട്. ഇതിന് നീ കണക്ക് പറയേണ്ടി വരൂടി. ഓ, സ്ഥലവും തീയതി സമയമൊക്കെ അറിയിച്ചാ മതി. ഞാൻ വന്ന് പറഞ്ഞോളാം. എന്താടാ കണ്ണു മേടിച്ച് നിൽക്കുന്നേ? നിന്റെ അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ഇങ്ങ് എത്തും. അവരോട് അങ്ങ് പൊക്കോണം. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? പോലീസ് വരും, വിഷയാവും. ജാമ്യത്തിലാണെന്ന് അറിയാലോ. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായ, അതും ഇവിടെ എന്റെ വീട്ടില്, ജാമ്യം റദ്ദാവും. പിന്നെ നീ അകത്ത, ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധം അകത്താവും. അത് വേണോന്ന് നീ ചിന്തിക്ക. വടി. ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? അമ്മ വരട്ടെ, എന്താ വേണ്ടെന്ന് ഞാൻ അപ്പൊ പറയാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. ഇത്രയും അപമാനം സഹിച്ച് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല നമുക്ക്. അങ്ങനെ പറയല്ലേ പ്രഭാവതി. നിങ്ങൾ പിണങ്ങി പോവരുത്. ഒന്നും ഞങ്ങളായിട്ട് ചെയ്തതല്ല. എല്ലാത്തിന്റെ പിന്നിൽ അവൾ ഒറ്റ ഒരുത്തിയ. എന്നിട്ട് അവളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അമ്മ പറയുന്ന ശരി. അമ്മയ്ക്ക് ആത്മാഭിമാനമുണ്ട്. എന്താ ശരത്ത് ഇങ്ങനെ നാണം കുടുങ്ങി നിൽക്കുന്ന? വേഗം പോവാൻ നോക്ക്. നീ പോയിട്ട് വേണം ചാണകവെള്ളം തളിച്ച് എനിക്ക് വീടൊന്ന് ശുദ്ധിയാക്കാൻ. ഇവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? കോടതി പോലും ഇവന് ജാമ്യം അനുവദിച്ചില്ലേ? ജാമ്യം അനുവദിച്ചിട്ടുള്ളൂ അമ്മേ, കുറ്റവിമുക്തനായിട്ടില്ല. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ചാർജ് ചെയ്ത കേസുകളിൽ നിന്ന് ഇവനങ്ങനെ ഊരിപ്പോരാൻ പറ്റുന്നു? എന്തൊക്കെ കുറ്റങ്ങളാ ഇവൻ ചെയ്തെന്ന് ഇനിയും തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. സെൻട്രൽ ജയിലിൽ ഒരു മുറി ഒരുങ്ങുന്നുണ്ട്, കണ്ടം സെല്ലിൽ. അത് ഇവന് വേണ്ടിയിട്ടുള്ളതാ. രാഷ്ട്രപതിക്കുള്ള ദയാഹർജിയും കൂടി തള്ളുന്ന ദിവസം ഒരു കഴുമര ഒരുങ്ങും ഇവനെ തൂക്കിലേറ്റാൻ. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കേണ്ട കുറ്റങ്ങൾ ചെയ്തവനായി ഇവൻ. അതുകൊണ്ടാ ഇനി ഇവൻ ഇവിടെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത്. നീ ഇനി എന്ത് നോക്കി നിൽക്കുവാടാ? കിട്ടേണ്ടത് കിട്ടിയില്ലേ? ബാഗ് എടുത്തോണ്ട് വരാൻ നോക്ക്.
ശരി, ഞാൻ പോ. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരില്ല. അത് തന്നെ എനിക്കും വേണ്ടത്. പക്ഷേ നമ്മൾ തമ്മിൽ കാണും, പുറത്ത് വെച്ച്. നിന്നോട് പറയാനുള്ളതൊക്കെ അന്ന് അവിടെ വെച്ച് ഞാൻ പറയും. നിനക്ക് പറയാനുള്ളത് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ജീവൻ മരണ പോരാട്ടം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ശരത്തെ. മരിക്കാൻ പേടിയില്ലാത്തവരെ തോൽപ്പിക്കാൻ നോക്കരുത്. സാധിച്ചു എന്ന് വരില്ല. പോ നോക്ക്. ഇനി നമ്മൾ കാണുന്നത് കോടതി വരാന്തി വെച്ചായിരിക്കും. പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. പറഞ്ഞു. ഇവരാരും കേൾക്കരുത്, അങ്ങോട്ട് മാറിയിരിക്കാൻ. ചെല്ലങ്ങോട്ട്. എന്തിനായിരിക്കും മാറിയത്? എന്തായാലും നമുക്കെന്താ? തീരുമാനം അമ്മ പറയും. വേറൊന്നുമല്ല, ശരത്ത് ഈ വീട്ടിൽ താമസിക്കണ്ടെന്നാണല്ലോ നീ പറയുന്നേ. ഇത് നിന്റെ വീടായതുകൊണ്ട് എന്ത് തീരുമാനവും നിനക്കെടുക്കാം. അതുപോലെ തീരുമാനം എടുക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ടല്ലോ. എവിടെ താമസിക്കണം താമസിക്കണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? ശരത്ത് ഇറങ്ങുമ്പോ കൂടെ ഞാനും ഇറങ്ങും, ഒപ്പം അമ്മയും. ഞങ്ങൾ 3 പേരുമായിരിക്കും ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. അത് വേണം. മണ്ടത്തരോ? തീരുമാനം മാറ്റിക്കൂടെ? ഇല്ല, എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്റെ മരുമകനാകാൻ പോകുന്ന ആളിന് താമസിക്കാൻ അനുവാദം ഇല്ലാത്ത വീട്ടില് ഞാനും താമസിക്കുന്നില്ല. എന്താമേ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാ, 100% ശരിയാ. എന്നോട് ആലോചിച്ചിട്ടൊന്നും അല്ല നീ തീരുമാനം എടുത്തത്. എന്നാലും ഞാൻ നിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാൻ പോവാ.